മൈ ഡിയേഴ്സ്, പരീക്ഷയും എത്തിപ്പോയില്ലേ? അപ്പൊ നമുക്കൊരു ക്ഷണക്കത്ത് തയ്യാറാക്കിയാലോ? ക്ഷണക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് വിവാഹത്തിന് ക്ഷണിക്കാം, അല്ലേ? വീട്ടുതാമസത്തിന് വിളിക്കാം, അതുപോലെ പിറന്നാളുകള്, മറ്റു പല ആഘോഷങ്ങളും ഉണ്ട്. അതിനൊക്കെ നമുക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളെ യാമിക്കുട്ടിയുടെ പിറന്നാളാണ് എന്ന് വിചാരിക്കുക. യാമിക്കുട്ടിയുടെ വീട് മൈലാഞ്ചി മലയിലാണ്. മൈലാഞ്ചി മലയുടെ ഓരത്താണ് അല്ലേ? അപ്പോ യാമി നിങ്ങളെ പിറന്നാളിന് വിളിക്കുകയാണ്. പ്രിയരെ എന്ന് വിളിച്ചു തുടങ്ങുന്നു. പ്രിയരെ, 1/1/26 2026 1-ാം തീയതി എൻ്റെ പിറന്നാളാണ്. അന്നേ ദിവസം ചെറിയൊരു പിറന്നാൾ ആഘോഷം മൈലാഞ്ചി മലയിലെ എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുകയാണ്. കാലത്ത് 10 മണിക്ക് നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. അപ്പൊ രാവിലെ തന്നെയാണ് പരിപാടി. ഏവരെയും ക്ഷണിക്കുന്നു എന്ന് സ്നേഹത്തോടെ യാമി. ഒരു കുഞ്ഞു ക്ഷണക്കത്ത്. എളുപ്പല്ലേ? അവരെ പ്രിയരേ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്, ഡേറ്റ് പറയുന്നുണ്ട്, എവിടെയാണ് നടക്കുന്നതെന്നും പറയുന്നുണ്ട് എന്ന് സ്നേഹത്തോടെ യാമി. അപ്പോൾ ഇങ്ങനെയാണ് ക്ഷണക്കത്ത് വന്നാല് എഴുതേണ്ടത്. ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ പറയാട്ടോ. ബൈ.